മഹാരാജ വിജയ് സേതുപതിയുടെ 50ാമത് സിനിമ. കറക്റ്റ് സ്ക്രിപ്റ്റാണ് വിജയുടെ കയ്യിൽ നിന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. എല്ലാ ബോക്സും ടിക്ഡ് ആയിരുന്നു ആ ഒരു 50ാമത് സിനിമ സെലിബ്രേറ്റ് ചെയ്യാൻ. അമേസിംഗ് ഡയറക്ഷൻ, സൂപ്പർ സ്ക്രീൻ പ്ലേ, വെരി ഗുഡ് മ്യൂസിക്, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, കളറിങ് എല്ലാം. തമിഴ് ഇൻഡസ്ട്രിയിലെ ലാസ്റ്റ് 2 കിടിലൻ സിനിമകളായിരുന്നു ഗരുഡനും ക്യാപ്റ്റൻ മില്ലറും. അതിനേക്കാളും ഒക്കെ വളരെ അമേസിംഗ് റൈറ്റിംഗ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഫ്ലോ ഉണ്ട്, ഒട്ടും അങ്ങോട്ടും മെസ്സി ആവാണ്ട് വളരെ രസകരമായിട്ടാണ് കഥ പറഞ്ഞു പോയിരിക്കുന്നത്. ഈ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള നറേഷനാണ് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ പിടിച്ചിരുത്തുന്നത്. അത്രയും എക്സൈറ്റിംഗ് ആയിട്ടും ത്രില്ലിംഗ് ആയിട്ടും. നമുക്കറിയാം അവസാനം ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു വലിയ സംഭവമാണ് അൺഫോൾഡ് ആവാൻ പോണേന്ന്. ഈ ഒരു സെക്കൻഡ് ഹാഫിൽ അൺഫോൾഡ് ആവാൻ പോണ സംഭവം ഈ ഫെയിൻ ഹാർട്ടഡ് ആൾക്കാർക്കുള്ളതല്ല, നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടൊന്നും. പക്ഷെ എന്നാലും നമ്മൾ എത്ര തിരിഞ്ഞു പറഞ്ഞ് ആലോചിച്ചാലും നമുക്കതിന് ഫുൾ ആൻസേഴ്സ് കിട്ടില്ല. അതാണ് ഈ സിനിമയുടെ റൈറ്റിംഗ് ബ്രില്യൻസ്. പിന്നെ ഈ സിനിമ കംപ്ലീറ്റ്ലി സീരിയസ് മൂവി ആണെങ്കിലും വളരെ സ്മൂത്തായിട്ടും നീറ്റായിട്ടും കോമഡി അഡപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു റിലീഫ് തന്നെയാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ അല്ലെങ്കിൽ സിനിമയുടെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കമൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലായി തുടങ്ങും. അത് കൊറിയൻ സിനിമകൾ കാണുന്നതിൻ്റെ ഒരു വലിയ ഗുണം തന്നെയാണ്. പക്ഷെ അതിൻ്റെ മുന്നേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് തീരെ പിടിക്കാൻ പറ്റില്ല. അതൊരു കിടിലൻ സംഭവം തന്നെയാണ്. ശരിക്കും നമ്മൾ കൈയടിച്ചു പോകും. സോ ഗ്രേറ്റ് വർക്കാണ് ബൈ റൈറ്റർ ഡയറക്ടർ നിതിൻ സ്വാമിനാഥൻ. ബ്രില്യൻ വർക്ക് ആഫ്റ്റർ 2017 കുരങ്ങുമുംബൈ. എല്ലാവരെയും കൊണ്ട് വളരെ നന്നായിട്ട് അഭിനയിപ്പിച്ചിട്ടുമുണ്ട്. ഈ എവറി ടെക്നിക്കൽ ക്രൂവിനെയും കൊണ്ട് നന്നായിട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. ബി അജ്നേഷ് ലോകനാഥിന്റെ മ്യൂസിക്. ഈ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ പേര് ചിലപ്പോൾ കൂടുതൽ ഫെമിലിയർ ആവുന്നത് കന്നഡ സിനിമകൾ കാണുന്ന ആൾക്കാർക്കായിരിക്കും. ഏതായാലും നമുക്ക് കിട്ടേണ്ട ആ ഒരു ഇമോഷണൽ ത്രില്ലൊക്കെ നന്നായിട്ട് നമുക്ക് തരാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു മ്യൂസിക് ഡയറക്ടറിന്. സിനിമാറ്റോഗ്രഫി ബൈ ദിനേശ് പുരുഷോത്തമൻ, വളരെ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് ബൈ ഫിലോമിൻ രാജ്, തമിഴ് ഇൻഡസ്ട്രിയിലെ ഒരു വലിയൊരു എഡിറ്റർ തന്നെയാണ്. ലൊക്കേഷനൊക്കെ മെയിൻ ആളാണ്, അടിപൊളിയായിട്ട് എഡിറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കളറിങ്ങും നോട്ടബിൾ തന്നെയായിരുന്നു. ഇനി കമ്മിങ് ബാക്ക് ടു പെർഫോമൻസസ്. വിജയ് സേതുപതി 50ാമത് സിനിമയുണ്ട്. വിജയ് സേതുപതി ഗംഭീരമായിട്ട് അഭിനയിച്ചൊന്നും പറയുന്നില്ല. ആസ് യൂഷ്വൽ ഒരു കിഡിലൻ എഫേർട്ട്ലെസ് പെർഫോമൻസ് തന്നെയാണ് ആ ഒരു നടൻ കാഴ്ച വെച്ചിരിക്കുന്നത്. ശരിക്കും വേഴ്സറ്റൈൽ ആക്ടർ എന്ന് തന്നെ പറയാൻ പറ്റും. അത്രയും വേറെ ലെവലിൽ തന്നെയാണ് വിജയ് സേതുപതിയുടെ മോളെ അഭിനയിച്ച കൊച്ചു വളരെ നന്നായിരുന്നു. പിന്നെ സതുരംഗപേട്ട എന്ന സിനിമയിലെ നായകനായ നടരാജൻ സുബ്രഹ്മണ്യം വളരെ കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ആക്ടറിനെ വളരെ സൂപ്പർബായിട്ട് തന്നെ അരുൾ ദോസും മുൻഷികാന്തും സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് അനുരാഗ് കാശ്യപ്പനാണ്. എപ്പോഴും വില്ലൻ റോൾസ് കിട്ടുന്ന ആക്ടർ ആണെങ്കിലും ഇതിനകത്ത് നന്നായിട്ട് നല്ലൊരു ക്യാരക്ടറൈസേഷൻ കൊടുത്തൊരു വില്ലൻ റോളാണ് കിട്ടിയത്. വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മമത മോഹൻദാസ് ഉണ്ടെങ്കിലും ഇല്ലാത്ത പോലെയാണ് ഫീൽ ചെയ്തത്. അഭിരാമിയും നന്നായിട്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. 2017 കുരങ്ങുമുംബൈക്ക് ശേഷം ഇത്രയും ഗ്യാപ്പ് ഇട്ട് എഴുതിയോണ്ടായിരിക്കാം ഇതിന് ഇത്രയും നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് തരാൻ സാധിച്ചത്. പക്ഷെ ഇനിയും പെട്ടെന്ന് എഴുതി ഡയറക്റ്റ് ചെയ്യട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഓവറോൾ വെൽ നറേറ്റഡ് സസ്പെൻസ്ഫുൾ റിവെഞ്ച് ഡ്രാമ തന്നെയാണ് മഹാരാജ.